കാട്ടിൽ മയിൽ നൃത്തം ചെയ്തു. ആരാണ് കണ്ടത്? ആരും കണ്ടില്ല. ഒരാൾ പോലും കണ്ടില്ല. കാരണം ഈ മഴയിൽ എല്ലാവരും തിരക്കിലാണ്. തങ്ങളുടെ വീടിന്റെ ചോർച്ച, ഈർപ്പം, പൊട്ടൽ എന്നിവ റിപ്പയർ ചെയ്യുന്നതിൽ എല്ലാവരും. ഇന്നത്തെ നമ്മുടെ ചർച്ച ഈ വിഷയത്തിലാണ്. നമ്മോടൊപ്പം പെയിന്റിംഗിൽ നിന്നുണ്ട് ഞാൻ രംഗ, മിസ്റ്റർ രംഗ. പിന്നെ കോട്ടിംഗിൽ നിന്നും സുഖി, മിസ്റ്റർ സുഖി. മിസ്റ്റർ സുഖി. ഇദ്ദേഹത്തിന്റെ വിശ്വാസമാണ് പെയിന്റിംഗ് ഈസ് ദ ബെസ്റ്റ്. യെസ്, പെയിന്റിംഗ് ഈസ് ദ ബെസ്റ്റ്. പിന്നെ ഇദ്ദേഹം പറയുന്നത് താങ്ക് യു. യെസ്, ഇദ്ദേഹം ചെയ്യുന്നു പെയിന്റിംഗ് പ്ലസ് വാട്ടർ പ്രൂഫിംഗ്, അതായത് കോട്ടിംഗ്. വാട്ട് ഈസ് ദിസ് കോട്ടിംഗ്? എന്താണ് കോട്ടിംഗ്? എന്തിനു ചെയ്യുന്നു നിങ്ങൾ കോട്ടിംഗ്? അത്ഭുതം, അദ്വിതീയം, അതിശയിപ്പിക്കുന്ന ഒരു അടിപൊളി വാർത്ത മുന്നിലേക്ക് വരുന്നുണ്ട്. എന്താണ്? പെയിന്റ് പഴയതായി. ഇത് കോട്ടിംഗിന്റെ കാലമാണ്. വരൂ മനസ്സിലാക്കാം കോട്ടിംഗിന്റെ യഥാർത്ഥ സത്യം. ഏയ് താഴെ ഇറക്ക്, താഴെ ഇറക്കാൻ. എന്നോടൊപ്പമുണ്ട് മിസ്റ്റർ റെയിൻകോട്ട്. മിസ്റ്റർ റെയിൻകോട്ട്, ഈ പേരെങ്ങനെ വന്നു? നമസ്കാരം. നമസ്കാരം. മിസ്റ്റർ റെയിൻകോട്ട് ഒരു കോൺട്രാക്ടറാണ്. പക്ഷേ ഇതെന്തൊരു പേരാണ്? ഇത് ജനങ്ങളുടെ സ്നേഹമാണ്. ഇത് ഡോക്ടർ ഫിക്സിറ്റ് കാരണമാണ് എനിക്ക് ലഭിച്ചത്. ഡോക്ടർ ഫിക്സിറ്റ്. മിണ്ടാതിരിക്കുക. അതെ, മുമ്പ് എൻ്റെ പേരായിരുന്നു മുന്ന പെയിന്റർ. ഞാൻ വെറും പെയിന്റിംഗ് ജോലിയാണ് ചെയ്തിരുന്നത്. എല്ലാ ചുവരുകളിലും നന്നായി നിറം കൊടുക്കുക. അത് ക്രമേണ മങ്ങിയ നിറമായി മാറുമായിരുന്നു. ലീക്കേജ്, ഈർപ്പം, പൊളിഞ്ഞു വീഴാൻ തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായി വെറുതെ പെയിന്റിംഗ് കൊണ്ട് കാര്യമില്ലെന്ന്. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഇത് വന്ന് ഇവരല്ലേ. പെങ്ങളെ സൈഡിലേക്ക് മാറൂ. ഡോക്ടർ ഫിക്സിറ്റ് റെയിൻകോട്ട്. ഇപ്പോൾ ഇത് വാട്ടർ പ്രൂഫിംഗിന്റെ ജോലി ചെയ്യുന്നു. നിങ്ങൾക്ക് തെറ്റി. ഇപ്പോൾ ഞാൻ വാട്ടർ പ്രൂഫിംഗും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു, പെയിന്റിംഗും കൂടാതെ വാട്ടർ പ്രൂഫിംഗും. ശരിയല്ലേ? തെറ്റി. ഇപ്പോൾ ഞാൻ വെറും ഒരു കാര്യം മാത്രമാണ് ചെയ്യുന്നത്, കോട്ടിംഗ്. പെയിന്റിംഗിന്റെ ലുക്ക്, പിന്നെ വാട്ടർ പ്രൂഫിംഗിന്റെ സുരക്ഷയും ഈ പെട്ടിയിൽ. കാഴ്ചക്ക് തികച്ചും പെയിന്റ് പോലെയാണ്, പക്ഷേ ജോലി വാട്ടർ പ്രൂഫിംഗിന്റെയും ചെയ്യുന്നു. ശരിയല്ലേ? ശരിയാണ്. പക്ഷെ മനസ്സുകൊണ്ട് പെയിന്റായി തന്നെ കഴിയുമല്ലേ? പക്ഷെ ഇപ്പോഴയാൾ ജനങ്ങളെയും ചുവരുകളെയും പറ്റിക്കുന്നില്ല. വീടുകളിൽ വാട്ടർ പ്രൂഫിംഗും ചെയ്യുന്നുണ്ട്. ഇയാൾ എന്ത് പറഞ്ഞാലും നമ്മളത് വിശ്വസിക്കണോ? ഒന്ന് പോ. എങ്കിലിനി ഇയാൾ എന്തെങ്കിലും ചെയ്തു കാണിക്കും, അപ്പോൾ വിശ്വസിക്കാമല്ലോ. ഇല്ലില്ല, നിങ്ങൾ ഇരിക്കൂ. ഇതെന്റെ ഷോ ആണ്. ഇവിടെ ഞാൻ മാത്രമേ എണീറ്റ് നിൽക്കൂ. നിങ്ങൾ ഇരിക്കൂ. പ്രേക്ഷകരെ, നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ഇയാൾ ചെയ്ത് കാണിച്ചാൽ? ഞാനും ഇത് തന്നെയാണ് പറഞ്ഞത്, ചെയ്ത് കാണിക്കാമെന്ന്. ഇതാണ് രംഗാബയ്യയുടെ പെയിന്റ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഡോക്ടർ ഫിക്സിറ്റ് റെയിൻകോട്ടിന്റെ കോട്ടിംഗ്. ഇതാണ് രംഗാബയ്യയുടെ പെയിന്റിന്റെ പപ്പടം. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഡോക്ടർ ഫിക്സിറ്റ് റെയിൻകോട്ടിന്റെ കോട്ടിംഗ്. ഒടുവിൽ മറുപടി കിട്ടുക തന്നെ ചെയ്തു. പെയിന്റിംഗ് പഴയതായി, കാരണം ഇത് കോട്ടിംഗിന്റെ കാലമാണ്. ഹോൾഡ് ഓൺ. കൗണ്ടർ വരട്ടെ ആദ്യം. ഞാൻ പറയുന്ന കേക്കൂ. കാലത്തെ വിഡ്ഢിയാക്കുന്ന അവസാനിപ്പിക്കൂ. പുതിയതായിരിക്കുമ്പോൾ എല്ലാം ഭംഗിയുള്ളതായി കാണപ്പെടും. 1-2 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത് താങ്കൾ പറയില്ലേ? എന്ത് സംഭവിക്കും? അതിനുശേഷം എന്ത് സംഭവിക്കും മിസ്റ്റർ സുഖി? പറയുന്നില്ല, ഒരിക്കൽ കൂടി കാണിക്കാം. ഏത് നിറമായാലും വാറണ്ടി രേഖാമൂലം ലഭിക്കും. വീണ്ടും കാണിക്കും. ഒരിക്കൽ കൂടി കാണിച്ചു തരും. ബോൾഡ് ലെറ്ററുകളിൽ ബോൾഡ് ചെയ്തിരിക്കുന്നു. ക്ലീൻ ബോൾഡ് ലെറ്ററിൽ എഴുതി കാണിച്ചിരിക്കുന്നു. എന്നിട്ട് ബോൾഡ് ചെയ്തിരിക്കുന്നു ഇയാളെ. ഡോക്ടർ ഫിക്സിറ്റിന്റെ റിട്ടേൺ വാറണ്ടി. ഇപ്പോൾ വിശ്വാസമായില്ലേ രംഗാജി? പ്രേക്ഷകരെ, രംഗാജി ആവേശത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ബോധത്തിലേക്ക് വരാനുള്ള തിരക്കിലാണ്. കാരണം സുഖിജി കുതിർത്ത് കൊന്നു ഇയാളെ. ഇനിയൊരു പ്രധാന വീഡിയോ മനസ്സിൽ. ഇനിയും ചോദ്യങ്ങളുള്ള ആളുകൾക്കായി. എല്ലാ കടുത്ത മഴയുള്ള രാജ്യങ്ങളിലും കോട്ടിംഗ് തന്നെയാണ് ചെയ്യിക്കുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങളായി ഡോക്ടർ ഫിക്സിറ്റ് റെയിൻകോട്ട് ഇപ്രകാരം കാലം തെറ്റിയുള്ള മഴകളിൽ ശക്തമായി നിലകൊള്ളുന്നു. ഈ ടെക്നോളജി തുടങ്ങിയത് സിംഗപ്പൂരിലാണ്. എന്നാൽ ഡോക്ടർ ഫിക്സിറ്റ് ഇതിനെ ഉണ്ടാക്കിയത് ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ്.
ഇന്ത്യ. പുതിയ ഇന്ത്യക്കനുസരിച്ച് എന്റെ രാജ്യം ഭൂമി. നമുക്ക് വേണ്ടി. വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയല്ലോ. നമുക്ക് സാറേ, ജോലി ജോലി കാണിച്ചു കൊടുക്ക് പബ്ലിക്കിനെ. സത്യം. ആഹാ, ഫിനിഷ് നോക്കൂ. മനോഹരമായി വാട്ടർ പ്രൂഫിംഗ്, അതോ വാട്ടർ പ്രൂഫിംഗിൽ മനോഹാരിതയോ? ഏയ്, ഒരു മിനിറ്റ്. ഹോട്ടലെല്ലാം മനോഹരമായി കാണപ്പെടും. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? വളരെ ശരിയാണ് പറയുന്നത്. ഫോട്ടോയിൽ ഇയാളും രൺബീറാണെന്ന് തോന്നുന്നു. നന്ദി. ഫോട്ടോയിൽ ഈ പ്രശ്നം കൊണ്ട് പലർക്കും നഷ്ടമുണ്ടായിട്ടുണ്ട്. അതിനാൽ ഞാനിത് സയന്റിഫിക്കലി പ്രൂവൻ ആനിമേഷൻ മുഖേന കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതെന്റെ ഷോയാണ്. നമ്മൾ കാണിക്കും. സോറി. അതിനാൽ ഞങ്ങളിത് സയന്റിഫിക്കലി പ്രൂവൻ ആനിമേഷൻ മുഖേന കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ ആക്രിലേറ്റ് ടെക്നോളജി ഹൈഡ്രോഫോബിക് ആണ്. ഇത് വെള്ളത്തെ സർഫസിൽ തങ്ങി നിൽക്കാൻ അനുവദിക്കില്ല. കാഴ്ചയ്ക്കും പ്രയോഗത്തിലും ശരിക്കും പെയിന്റ് പോലെയാണ്. കാരണം ഇതിന്റെ സീറോ ഡൈല്യൂഷൻ നൽകുന്ന ഒരു തിക്ക് ലെയർ ചുവരുകളെ തികച്ചും പ്രൊട്ടക്റ്റഡ് ആയി സൂക്ഷിക്കുന്നു. സാധാരണ പെയിന്റിന്റെ ലെയർ വെറും 30 മുതൽ 50 മൈക്രോൺ വരെയാണെങ്കിൽ ഇവിടെ കോട്ടിംഗിന്റെ അടുക്ക് 110 മൈക്രോൺസിലും അധികമാണ്. ഇത് അല്ലറ ചില്ലറ ക്രാക്കുകൾ കാണപ്പെടാത്ത വിധം ചുവരുകളിൽ തങ്ങി നിൽക്കുന്നു. അല്പം വെള്ളം ചേർത്തുകൂടെ ഗുരു? വെള്ളം ഗോൾഡ് കപ്പയിൽ മാത്രമാണ് നല്ലതായി തോന്നുന്നത്. ഇവിടെ ബോക്സ് തുറക്കൂ, എന്നിട്ട് നേരെ പണി തുടങ്ങിക്കോളൂ. പിന്നെ ഏത് കാലാവസ്ഥയായാലും, മഴയിലും വെള്ളത്തിലും, വേനൽക്കാലത്ത് വെയിലിന്റെ UV കിരണങ്ങളിൽ നിന്ന്, വേനൽക്കാലത്ത് വെയിലിന്റെ UV കിരണങ്ങളിൽ നിന്ന്, എല്ലാത്തിൽ നിന്നുള്ള സംരക്ഷണം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. വീട് പുതിയതോ പഴയതോ ആകട്ടെ, സമാധാനത്തോടെ ജീവിക്കണം. കാരണം പെയിന്റ് പഴയതായി. ഇത് കോട്ടിങ്ങിന്റെ കാലമാണ്. ആഹാ, സന്തോഷമായി. പക്ഷേ പ്രാസ ഒന്നും വേണ്ട. പറയാനുള്ളത് ചെയ്ത് കാണിക്കേ. വരൂ. ഇവിടെ ഒരു കോട്ടിംഗ് പ്രൈമോ വൈറ്റ് ചെയ്തു. പിന്നെ പ്രയോഗിച്ചു 2 കോട്ട് റെയിൻ കോട്ട്. പിന്നെ ഇവിടെ നേരിട്ട് ഡോക്ടർ ഫിക്സിറ്റ് 2 കോട്ട് റെയിൻ കോട്ട്. ഇതാ ചേട്ടാ, കഴിഞ്ഞു. പോകുകയാണ്. താങ്കളുടെ ചുവരുകൾ എല്ലാം സുരക്ഷിതമായിട്ടുണ്ട്. ഇനി എന്നെ എന്തിനു ഓർക്കണം? വിളിക്കുകയില്ല, ഓർക്കുകയുമില്ല. ഏറെ കാലം നിലനിൽക്കുന്നത്. ചേട്ടാ, ഇത് അമ്മായിമ്മ വരുമ്പോൾ ഷോയെ കാട്ടി ഡ്രാമയായി പോയത്. ഇപ്പൊ ഇതാരാ വിളിക്കുന്നത്? പ്രേക്ഷകരെ, നമ്മോടൊപ്പം ചേരുകയാണ് മിസ്റ്റർ ഷാ. ഹോം ഓണറാണ്, മര്യാദ പാലിക്കണം. നമസ്കാരം മിസ്റ്റർ ഷാ. നമസ്കാരം. അങ്ങേക്ക് സ്വാഗതം. വളരെ വളരെ സ്വാഗതം. ഷാസാബ്, എത്ര നിറമാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? അതിന്റെ പകുതിയെങ്കിലും വോട്ടിങ്ങുകാർ തന്നിരുന്നെങ്കിൽ അത് സന്തോഷകരമായി എന്ന് കൂട്ടിക്കും. ഇല്ലില്ല ഷാസാബ്, നോക്കിയേ എന്താണെന്ന്. വിഷയം ഇതാണ്. ഇന്ന് നമ്മൾ നടത്തുന്ന ചർച്ചയാണ് പെയിന്റിംഗ് വേഴ്സസ് കോട്ടിംഗ്. പെയിന്റിംഗ് വേഴ്സസ് കോട്ടിംഗ്. അപ്പോൾ ഒരു കസ്റ്റമർ എന്ന നിലയിൽ താങ്കൾ എന്താണ് ഇഷ്ടപ്പെടുക? അതെ, ഏറ്റവും ആദ്യം ഈ ഷോയിലേക്ക് എന്നെ വിളിച്ചതിന് വളരെ വളരെ നന്ദി. ഏയ്, കേൾക്കുന്നുണ്ടോ? ഞാൻ TV വന്നിരിക്കുന്നു. നിങ്ങളെ ഞാൻ സാധനങ്ങൾ വാങ്ങാൻ അയച്ചതല്ലേ? ഷാസാബ്, ചോദ്യം കേൾക്കൂ. ചോദ്യം ഇതാണ്: കോട്ടിങ്ങിന് പെയിന്റിംഗ് പോലെ കളർ നൽകാൻ പറ്റുമോ? അഥവാ നൽകാൻ പറ്റുമെങ്കിൽ അതെത്ര? എത്രന്ന് വെച്ചാൽ അഥവാ നൽകാൻ പറ്റിയില്ലെങ്കിൽ വിഷയം. ഷാസാബ്, താങ്കളെ കാണുമ്പോൾ തോന്നുന്നു താങ്കൾക്ക് നിറങ്ങളിൽ വലിയ താല്പര്യമാണെന്ന്. അതിനാൽ താങ്കളെപ്പോലുള്ള കളർ മോഹികൾക്ക് ലഭിക്കും 1000-ലേറെ കളർ ഓപ്ഷൻ. വാട്ടർ പ്രൂഫിങ്ങിനൊപ്പം നിറങ്ങളുടെ പെരുമ. അതായത് താങ്കളാണ് കോട്ടിങ്ങിന്റെ ശക്തിമാൻ. എന്ത് പറയുന്നു രംഗാജി? ഇയാള് പറയില്ല. വാട്ടർ പ്രൂഫിനൊപ്പം നിറങ്ങളുടെ പെരുമ. സുഖി സാർ, നിങ്ങളുടെ നമ്പർ തരുമോ? ഹലോ. പെയിന്റിംഗ് പഴയതായി, കാരണം ഇത് കോട്ടിങ്ങിന്റെ കാലമാണ്. ശരിയല്ലേ രംഗാജി? ചങ്ങാതി, വീട് വിറ്റുപോകും. വീട് വിറ്റുപോയാൽ പിന്നെ പ്രയോഗിക്കുന്നത് എവിടെയാ? ഗാർഡനിൽ. അതെ, ചെലവേറിയതായിരുന്നെങ്കിൽ ആളുകൾ സ്നേഹത്തോടെ എന്റെ പേര് മാറ്റുമായിരുന്നു. ഇങ്ങനെ കരുതിക്കോ. അതായത് പെയിന്റിങ്ങിന്റെ വിലയിൽ ടാഗിലെന്ന് പറഞ്ഞോട്ടെ, ഒന്നിന് പകരം 2 പെയിന്റിങ്ങിന്റെ വിലയിൽ വാട്ടർ പ്രൂഫ് എടുക്കാം. ഞാനിതെന്താണ് ഈ കാണുന്നത്? എന്താ കേൾക്കുന്നത്? എന്താ പറയുന്നത്? റാഞ്ചിയിലെ രഞ്ജൻ മുതൽ ചിറാപുഞ്ചിയിലെ ചിത്തരഞ്ജൻ വരെ എല്ലാവർക്കും ഇതാണ് പറയാനുള്ളത്. ഭിത്തി മുതൽ മേൽക്കൂര വരെ എല്ലാ വീടും വാട്ടർ പ്രൂഫ്. ഇതൊരു തീയാണ്, വാട്ടർ പ്രൂഫ് തീ. ഇത് ഇന്ന്
മുതൽ കോട്ടിംഗ് മാത്രം ചെയ്യേണ്ട എല്ലാ പെയിന്ററുടെ മനസ്സിലും പടർന്നിരിക്കുന്നു. ഇത് സന്തോഷത്തിന്റെ അശ്രുവാണ്, സന്തോഷാശ്രു. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു വ്യത്യാസവുമില്ല. കാരണം ഇദ്ദേഹത്തിന്റെ ജോലി പോലെ ഇതും തികച്ചും വാട്ടർ പ്രൂഫ് ആണ്. രംഗ, ഏയ് രംഗ, മുഖം വീർപ്പിക്കല്ലേ ചങ്ങാതി. ഒരു ബോക്സ് കൊടുക്കൂ ഇദ്ദേഹത്തിന്. സന്തോഷമായോ? പെയിന്റ് പഴയതായി, കാരണം ഇത് കോട്ടിങ്ങിന്റെ കാലമാണ്. പെയിന്റ് പഴയതായി എന്നിട്ട് പറയൂ, ഇത് കോട്ടിങ്ങിന്റെ കാലമാണ്. എന്റെ ഷോയിലേക്ക് മടങ്ങിപ്പോകാം.